പ്രിയപ്പെട്ടവർ, സത്യത്തിൽ നിങ്ങളുടെ കോളേജ് യൂണിയന്റെ പ്രവർത്തനോദ്ഘാടനത്തിനു വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മുൻകൂട്ടി ആലോചിച്ച് തയ്യാറാക്കിയ എന്തെങ്കിലും ഒന്ന് എൻ്റെ മനസ്സിലില്ല. പിന്നെ ഒരു സൗകര്യം, ഉദ്ഘാടന പ്രസംഗം എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം എന്നുള്ളതാണ്. ഇന്നതേ പ്രസംഗിക്കാവൂ എന്നാരും എവിടെയും എഴുതി വച്ചിട്ടില്ല. ഉദ്ഘാടനം എന്ന മലയാള വാക്കിൻ്റെ തന്നെ ശരിയായ അർത്ഥം ഔപചാരികമായ തുടക്കം എന്നാണ്. എല്ലാ തുടക്കങ്ങൾക്കും ഒരു ഔപചാരികതയുടെ ആവരണം ഉണ്ടാവണം എന്ന് ആരോ പണ്ട് നിശ്ചയിച്ചു വെച്ചത് കൊണ്ടാവണം എല്ലാ തുടക്കങ്ങൾക്കും നമ്മൾ ഉദ്ഘാടനം കൊടുക്കും. അപ്പോൾ ആ ഒരു പ്രസക്തിയും പ്രാധാന്യവും മാത്രമേ ഇന്ന് നാം കാണുന്ന ഉദ്ഘാടനങ്ങൾക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉദ്ഘാടന പ്രസംഗത്തെയും അങ്ങനെ മാത്രം കണ്ടാലും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇനി പ്രസംഗിക്കാൻ പോകുന്നവരായിരിക്കാം ഗൗരവതരമായ ദാർശനിക പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കുക. അതുകൊണ്ട് സുദീർഘമായി എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്, നിങ്ങളുടെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ചു, ഒരു കാലയളവിലെ മൗനത്തിന് ശേഷമാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ആ മൗനത്തിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഞാൻ ഓർക്കുന്നു തസ്നി ബഷീറിനെ. അവർ എൻ്റെ നാട്ടുകാരിയായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ മരണാനന്തരം പോയതെല്ലാം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഏതായാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായൊന്നും ഞാനിവിടെ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വേഷം കെട്ടേണ്ടവരല്ല, ചരിത്രം സൃഷ്ടിക്കേണ്ടവരാണ് വിദ്യാർത്ഥികൾ എന്നാണ് ആ സംഭവം കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത്. ലോകത്തിലെ എല്ലാ ക്യാമ്പസുകളിൽ നിന്നും നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പുതിയ ചിന്തകളുടെയും പുതിയ ആശയങ്ങളുടെയും പുതിയ ലോകങ്ങളെ കുറിച്ചാണ്. അതിന് കരുത്തുണ്ടാകുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി സമൂഹം അവരുടെ കാലഘട്ടത്തോട് നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാനാവുക. ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഒന്ന് ഉപദേശിച്ച് കളയുമെന്ന് കരുതി വന്നതേയല്ല. ഒരു ഉപദേശവും എൻ്റെ വകയായിട്ട് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, നിങ്ങളെപ്പോലെ ഞാനും കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്ത് ആരുടെയും ഉപദേശങ്ങൾ കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഇവിടെ വന്ന് നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ മുതിരാതിരിക്കുന്നത്. അത് എൻ്റെ മാത്രം പ്രത്യേകതയായിരുന്നില്ല, ഞങ്ങളാകെ അങ്ങനെയായിരുന്നു. ഞാനും എൻ്റെ സഹപാഠികളും ഞങ്ങളാകെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചവരായി. ഏതെങ്കിലും മഹാരഥന്മാരായ മനുഷ്യരുടെ ആത്മകഥ പകർത്തിയെഴുതാനുള്ള ഒഴിഞ്ഞ കടലാസുകളല്ല ഞങ്ങൾ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വഴികൾ ഞങ്ങൾ നിശ്ചയിക്കുമെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ള പാതകളിലൂടെ ഞങ്ങൾ നടക്കുമെന്നുമുള്ള ധിക്കാരവും ധീരതയും തീർച്ചയായും ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും സ്വീകാര്യമാവാത്ത കാര്യമാണ്. അവരൊക്കെ ചെയ്താൽ നിങ്ങളെ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നർത്ഥം. കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരുടെയും ഇഷ്ടം വേണ്ട എന്ന നിലയാണെന്ന് ഞങ്ങൾ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കോളേജുകളിൽ ഞങ്ങൾ എപ്പോഴും തലവേദനയായിരുന്നു. ഒരു പാരസെറ്റമോളിനും ഭേദമാക്കാൻ കഴിയാത്ത തലവേദനകൾ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങളെല്ലാം എന്ന് ഞാനിപ്പോഴും ഓർക്കുന്നത് അഭിമാനത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായ ബോധ്യങ്ങളുണ്ടായി. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി, ഒരു കോളേജ്, നമ്മളൊക്കെ ഏറ്റവും ശരിയായ നിലപാടുകൾ മാത്രമല്ല ഇപ്പോഴും സ്വീകരിച്ചു പോയവരാണ് എന്നൊന്നും അർത്ഥമില്ല. മാത്രമല്ല, ശരിയും തെറ്റുമൊക്കെ വളരെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ എന്തെങ്കിലും പെശകുകളോ അബദ്ധങ്ങളോ ഒക്കെ ഈ കാലത്ത് സംഭവിച്ചാലും തെറ്റില്ല. മുതിർന്നതിന് ശേഷം അബദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുട്ടികളായിരിക്കുമ്പോൾ അബദ്ധം ചെയ്യുന്നതാണ് എന്ന് ഇന്നത്തെ ഇന്ത്യയിലെ പരിഷ്കാരങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ 1000-ന്റെയും 500-ന്റെയും നോട്ട് നിരോധിച്ചുകൊണ്ട് ഇന്ത്യയെ രക്ഷപ്പെടുത്തി കളയും എന്ന
വലിയ പ്രചരണം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. 1000-ന്റെയും 500-ന്റെയും നോട്ടാണ് ഇന്ത്യയിലെ സകല പ്രശ്നങ്ങളുടെയും കാരണം എന്നാണ് ചില പ്രചരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത്. ഈ പ്രചരണങ്ങൾ നടത്തുന്നവർ, അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയും എന്റെ അഭിപ്രായത്തിൽ, വിനീതമായ അഭിപ്രായത്തിൽ, മനസ്സിലാക്കിയിരിക്കേണ്ട ചരിത്രം പാവ്ലോവിന്റെ ചരിത്രമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നവരുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. പാവ്ലോവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പാവ്ലോ കൈവക്കും ആരും കേട്ടില്ല? ഒരാള് ഇടുക്കി. റഷ്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2 പാവ്ലോവന്മാരാണ് പ്രധാനമായിട്ടുള്ളത്. ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. വാലന്റൈൻ സെർഗേവിച്ച് പാവ്ലോവ് എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പരിഷ്കാരം പാവ്ലോവ് റിഫോംസ് എന്ന പേരിൽ ഇന്ന് ലോക പ്രശസ്തമാണ് എന്ന് പറഞ്ഞുകൂടാ. ലോകത്തിൽ പ്രശസ്തി എന്ന് പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് അർത്ഥം. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ലോകത്തിലെ 10 വിഡ്ഢിത്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ന് സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. എന്തായിരുന്നു പാവ്ലോവിന്റെ റിഫോംസ്? അദ്ദേഹത്തിന്റെ പരിഷ്കാരം എന്തായിരുന്നു? 1991 ജനുവരി മാസം 22-ാം തീയതി സോവിയറ്റ് യൂണിയനിൽ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിലാണ് അദ്ദേഹത്തിന്റെ പരിഷ്കാരം അന്നത്തെ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവ് ലോകത്തോട് സെൻട്രൽ ടെലിവിഷനിൽ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം മറ്റൊന്നുമായിരുന്നില്ല. 1991 ജനുവരി 22-ന് വൈകിട്ട് രാത്രി 9 മണിക്ക് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് സോവിയറ്റ് ജനതയോട് പറഞ്ഞു, നമ്മുടെ രാഷ്ട്രം കള്ളപ്പണക്കാരുടെയും കള്ളനോട്ടുകാരുടെയും കള്ളക്കടത്തുകാരുടെയും പിടിയിലാണ്. ഈ മഹത്തായ രാഷ്ട്രത്തെ അതിൽ നിന്ന് രക്ഷിക്കാൻ പാവ്ലോവിന്റെ പരിഷ്കാരങ്ങൾ ഞാൻ പ്രഖ്യാപിക്കുന്നു. ആ പരിഷ്കാരം മറ്റൊന്നുമല്ല, സോവിയറ്റ് യൂണിയനിൽ ഏറ്റവും വലിയ 2 കറൻസികൾ 100-ന്റെയും 50-ന്റെയും റൂബിൾ ഇന്നു മുതൽ പിൻവലിക്കുകയാണ്. അതാണ് പ്രഖ്യാപനം. ഇന്ത്യയിൽ ഓരോ 0 കൂടിയെന്നേ ഉള്ളൂ. 25 കൊല്ലം കഴിയുമ്പോൾ ഒരു 0 കൂട്ടിയിട്ടില്ലെങ്കിൽ മോഡി പിന്നെ മോഡിയോ, ഒരു 0 കൂടി അത്രയേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസിലും റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും കുറച്ച് ദിവസം കൂടി ഈ കറൻസി ഇടും. അതായിരുന്നു പ്രഖ്യാപനം. സോവിയറ്റ് യൂണിയൻ ജനങ്ങൾ തണുപ്പിനെ വകവെക്കാതെ റെയിൽവേ സ്റ്റേഷനിലേക്കും പോസ്റ്റ് ഓഫീസിലേക്കും ഓടി. വലിയ ക്യൂ രൂപപ്പെട്ടു. അപ്പോൾ പ്രഖ്യാപിച്ചു, ബാങ്കിൽ നിന്നും മാറുന്ന റൂബിളിന്റെ എണ്ണം 1000 ആയിരിക്കും. 1000 റൂബിൾ വരെ മാറിയെടുക്കാം. പല ബാങ്കുകളിൽ നിന്ന് മാറുന്നു എന്ന പരാതി ഉയർന്നു വന്നപ്പോ വിരൽ മഷി പുരട്ടുന്നതിന് പകരം പാസ്പോർട്ടിൽ അടയാളം വെക്കാൻ വേണ്ടി അന്ന് തീരുമാനമെടുത്തു. അന്ന് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടവർ, അറ്റമില്ലാത്ത ക്യൂവിൽ അഭയം കണ്ടെത്തേണ്ടി വന്നവർ ഈ ഭ്രാന്തൻ നടപടിക്കെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ പാവ്ലോവിന്റെയും ഗോർബച്ചേവിന്റെയും നടപടിയെ പുകഴ്ത്താൻ ഒരുപാട് പേർ അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഈ രാഷ്ട്രത്തെ രക്ഷിക്കാനാണ് ഈ നടപടി. നാം രാജ്യത്തിന് വേണ്ടി ഇത്തിരി ക്ലേശിച്ചാലും നല്ല ഫലം കിട്ടും, നമ്മുടെ രാജ്യം വികസിക്കും, നമ്മുടെ രാജ്യം വളരും എന്നാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ ഈ നടപടികളുടെ ഫലം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില 300% കൂടി. രാജ്യത്തെ ഉത്പാദനം കുത്തനെ ഇടിഞ്ഞു. ദേശീയ വരുമാനം തൊട്ട് മുൻപുള്ള സമയത്തുള്ളതിന്റെ 20% കുറഞ്ഞു. സമ്പൂർണമായി റഷ്യ തകരുകയായി. അപ്പോഴും പക്ഷേ ഈ നടപടികളെ പുകഴ്ത്തുന്ന കുറെ ആളുകൾ പുതിയ പ്രചരണം ആരംഭിച്ചു. എന്നാൽ പരിഷ്കാര നടപടി ആരംഭിച്ച് 6 മാസം തികയുന്നതിന് മുൻപ് ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രം ഇല്ലാതായി. ആ രാജ്യമില്ലാതായി. ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ സംബന്ധിച്ച കാരണങ്ങൾ പഠിക്കുമ്പോൾ സുപ്രധാനമായ കാരണമായി വിലയിരുത്തുന്നത് മുഴുവൻ സോവിയറ്റ് ജനതയുടെയും പ്രതിഷേധവും എതിർപ്പും ക്ഷണിച്ചു വരുത്തിയ സോവിയറ്റ് സമ്പദ്ഘടനയെ തകർത്ത് കളഞ്ഞ പാവ്ലോവിന്റെ പരിഷ്കാരമാണ്. അതാണ് പാവ്ലോവ് റിഫോംസ്. ഇന്ന് ലോകത്തിലെ 10 സാമ്പത്തിക വിഡ്ഢിത്തങ്ങളിൽ ഒന്ന് പാവ്ലോവിന്റെ റിഫോംസ് എന്നാണ് പരിഗണിക്കപ്പെടുന്നത്. അത് അതുപോലെ കോപ്പി അടിച്ചിരിക്കുകയാണ്. കോപ്പി അടിക്കുമ്പോഴും പരീക്ഷയിൽ തോറ്റ വിഡ്ഢിയായ വിദ്യാർത്ഥിയുടെ പരീക്ഷ പേപ്പർ തന്നെ കോപ്പി അടിക്കണം എന്ന് വാശി പിടിക്കുന്നവരുടെ ബുദ്ധിയെ കുറിച്ച് ഓർത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് എന്നാണ് വർത്തമാനകാല ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാം തോന്നിപ്പോകും. ഇനി 1000-ന്റെ കറൻസി നിരോധിച്ചു കഴിഞ്ഞാൽ കള്ളപ്പണം ഇല്ലാതാകുമെങ്കിൽ അത് നല്ലതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് കള്ളപ്പണം ഉണ്ടാവാനേ പാടില്ലായിരുന്നു. കാരണം ഇന്നത്തെ ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഭൂജാതനാകുന്നതിന് 4 കൊല്ലം മുൻപ് ഇന്ത്യയിൽ
10,000-ന്റെയും 5,000-ന്റെയും കറൻസികൾ നിരോധിച്ചു 946. കള്ളപ്പണം ഇല്ലാതാക്കാൻ. പക്ഷെ കള്ളപ്പണം ഇല്ലാതായില്ല. പിന്നീട് 1978 വീണ്ടും നിരോധിച്ചു. 5,000-ഉം 10,000-ഉം 1,000-ഉം നിരോധിച്ചു. എന്നിട്ടും ഇല്ലാതായില്ല. ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കാത്തവർ, ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ വല്ലാത്ത പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്തു. പ്രധാനമന്ത്രി പ്രസിഡന്റൊന്നുമായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ രാജ്യത്തെ ജനങ്ങളുടെ കാര്യം കട്ടപ്പുകയായിരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ്, കുട്ടികളായിരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കുസൃതികൾ ചെയ്യാനുള്ള അവകാശമുണ്ട്. മുതിർന്നു കഴിഞ്ഞ് ഇത്തരത്തിലുള്ള കുസൃതികൾ ചെയ്താൽ ഒരുപക്ഷെ അത് രാഷ്ട്രത്തെയാകെ തകർത്തുകളായി, രാജ്യത്തെയാകെ പിടിച്ചുലച്ചുകളായി. അതുകൊണ്ട് ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പാതകളിൽ ആരുടെയും ഉപദേശങ്ങൾക്ക് കാതോർത്തു നിൽക്കാതെ ധീരമായി മുൻപോട്ട് പോകാനാകുമ്പോഴാണ് നമുക്ക് പുതിയ ലോകം സൃഷ്ടിക്കാനാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ ലോകം സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നിങ്ങൾക്കായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇന്ന് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളുടേതാണ് നാളെ. നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം സൃഷ്ടിക്കാൻ, നിങ്ങളുടെ രാഷ്ട്രം സൃഷ്ടിക്കാൻ സാധിക്കണം. ഈ രാജ്യമൊന്നും നമ്മുടേതല്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് മിർസാഖാനും അങ്ങനെ പാടിയിട്ടുണ്ട്, ഈ രാജ്യം എന്റേതല്ല, ഒരു രാഷ്ട്രവും എന്റേതല്ല എന്നാണ് അദ്ദേഹം പാടിയത്. എന്റെ രാഷ്ട്രം ഇനിയും പറക്കാനിരിക്കുന്നതേ, ഇനിയും പറക്കാത്ത രാഷ്ട്രത്തിന്റെ വാനമ്പാടിയാകുന്നു ഞാൻ എന്നാണ് അദ്ദേഹം പാടിയത്. ഈ രാജ്യം എന്റേതല്ല, എന്റെ രാജ്യം ഇനി പറക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് പുതിയൊരു രാഷ്ട്രം സൃഷ്ടിക്കാനാകും. പുതിയൊരു രാഷ്ട്രം സൃഷ്ടിക്കും എന്ന് പ്രതിജ്ഞ എടുക്കാനും വാശിയോടെ മുമ്പോട്ട് പോകാനും കഴിയുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ചില ചുവടുവയ്പ്പുകൾ നടത്താനും ചില മാറ്റങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ സാധിക്കുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും നാളെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങളെന്നാണ്. നിങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും പുതിയ റിപ്പബ്ലിക്കുകൾക്ക് നേതൃത്വം കൊടുക്കുകയും പുതിയ കാലത്തിന്റെ വാനമ്പാടികളായി മാറുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ, ആ പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.